ദിവസം ലൊട്ടിലൊടുക്കിന്റെയും ഗുരുകുൽമാവിന്റെയും താവളത്തിൽ. എടോ ലൊട്ടിലൊടുക്കേ, പുതിയ യന്ത്രങ്ങളൊന്നും ഇല്ലേടോ? ഇത് കണ്ടോ? ഹിഹി, ഈ പീച്ചാങ്കുഴലോ? ഇത് പീച്ചാങ്കുഴലൊന്നുമല്ല, ഇതാണ് കുഞ്ഞൻ കുഴൽ. കുഞ്ഞൻ കുഴലോ? അതെന്ത് സൂത്രമാ? ഈ കുഴൽ ആരുടെയെങ്കിലും നേരെ പിടിച്ച് ഈ സ്വിച്ച് അമർത്തിയാൽ മതി. ഇതിൽ നിന്നും ഒരു മരുന്ന് പുറത്തേക്ക് ചീറ്റും. അത് ദേഹത്ത് വീണാൽ അവർ കുള്ളന്മാരാകും. അയ്യടാ, ഈ കുഞ്ഞൻ കുഴൽ കൊള്ളാമല്ലോ. അതൊന്നും ഞങ്ങൾക്ക് ലൊട്ടിലൊടുക്കേ. ഇത് കൊണ്ടൊരു കൊള നടത്താൻ പറ്റുമോ നോക്കട്ടെ. എന്നാൽ എടുത്തോ, ഉപയോഗം കഴിഞ്ഞാൽ മടക്കി തരണം. അതൊക്കെ ഏറ്റു. വേഗം വാ മുത്തു, എത്ര കാലമായി ഉഗ്രനൊരു കൊള്ള നടത്തിയിട്ട്. അപ്പോൾ ആരിത്? രാഗിനി അമ്മൂമ്മയോ? എങ്ങോട്ടാടാ രണ്ടുപേരും? അമ്മൂമ്മ ഞങ്ങളോടൊപ്പം പട്ടണത്തിലേക്ക് വരുന്നോ? ഈ കുഴൽക്കൊണ്ട് ചില സൂത്രമൊക്കെ കാട്ടിത്തരാം. പട്ടണത്തിലേക്ക് ഞാനും ഉണ്ടടാ. എനിക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. വൈകാതെ അവർ പട്ടണത്തിലെത്തി. മുത്തു, നമുക്ക് ഈ സ്വർണ്ണക്കട തന്നെ കൊള്ളയടിച്ചാലോ? ശരി, നിങ്ങൾ കൊള്ളയടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ പട്ടണത്തിലൊന്ന് കറങ്ങിയിട്ട് വരാം. അയ്യോ കൊള്ളക്കാർ! വിക്രമ, വേഗം കുഞ്ഞുങ്ങളിൽ സ്വിച്ചമർത്ത്. ഇവിടെ വാടാ ഇത്തിരി കുഞ്ഞ. വിക്രമ, വേഗം എല്ലാവരുടെ മേലും ചീറ്റിക്ക്, എല്ലാം കുഞ്ഞുമാരാകട്ടെ. മുത്തു, എല്ലാം മാറി ചാക്കിലാക്ക്, വേഗം സ്ഥലം വിടാം. അവർ കൊള്ളമുതലുമായി പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ വിക്രമ, മുത്തു, എല്ലാം കുഞ്ഞമ്മ. പെട്ടെന്ന് ആ കിളവിയെ പിടി, ഇവളായിരിക്കും ആ കൊള്ളക്കാരുടെ ശിങ്കിടി. പിറ്റേന്ന് നഗരത്തിൽ ഭീകരന്മാരായ കൊള്ളക്കാർ എത്തിയിരിക്കുന്നു. ആളുകളെ കൊള്ളന്മാരാക്കുന്ന ഒരു യന്ത്രം ഇവരുടെ കൈവശമുണ്ട്. കൊള്ളക്കാരോടൊപ്പം വന്ന വൃദ്ധയായ ഒരു മന്ത്രവാദിനിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ആ ഡാഗിനിയെ രക്ഷപ്പെടുത്തണം. അതിനെന്താ മുത്തു, പോലീസുകാരെ എല്ലാം നമുക്ക് കുള്ളന്മാരാക്കിയാൽ പോരെ? പോലീസ് സ്റ്റേഷനിൽ ആ അമ്മൂമ്മ വേഗം ഇറക്കി വിട്, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഇപ്പോൾ കുള്ളന്മാരാക്കും. വിക്രമനും മുത്തു, ഇനി ഉമ്മാരെ ശരിക്കൊന്ന് പെരുമാറണം.